പ്രണയം അസോസിയേറ്റ് ചെയ്യേണ്ടത് ഹാപ്പിനെസ്സിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന എല്ലാ വിവാഹങ്ങളും പ്രണയ വിവാഹങ്ങളായിരിക്കും. അപർണയെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ആരാണ്? വ്യക്തി ഒരുപാട് പേരുണ്ട്, പക്ഷെ വീട്ടിൽ നിന്നാണല്ലോ നമ്മളെപ്പോഴും കണ്ടു തുടങ്ങുന്നത്. ആൾക്കാരുടെ പെരുമാറ്റം വീട്ടിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മുത്തശ്ശൻ, എൻ്റെ അമ്മയുടെ അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. മുത്തശ്ശനും അമ്മയും ഒക്കെയാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി മുത്തശ്ശനാണോ? മുത്തശ്ശനാണ്. മുത്തശ്ശൻ ഇപ്പം ഇല്ല, പക്ഷേ ഏറ്റവും അടുപ്പം തോന്നി, എന്താ പറയുക, അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു ഫാക്ടർ ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ളത് മുത്തശ്ശൻ്റെ അടുത്തു നിന്നാണ്. ആര് വന്നാലും എല്ലാവരെയും സ്വീകരിക്കുന്ന രീതിയാണെങ്കിലും അത് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടാണ് മുത്തശ്ശൻ എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി മുത്തശ്ശൻ തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? അതും ഇതുപോലെ കുറേ പാട്ടുകളുണ്ട്, പക്ഷെ പണ്ടത്തെ ബാബുക്കയുടെ പാട്ടുകളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇപ്പോഴും ഞാൻ കേൾക്കാറുള്ള പാട്ടുകളിൽ. വിദ്യാസാഗർ സാറിൻ്റെ, റഹ്മാൻ സാറിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല പാട്ടുകൾ. ചില പാട്ടുകൾ ഭയങ്കര ടൈംലെസ് ആണ്. നമുക്കപ്പോൾ പണ്ട് കേട്ട പാട്ടാണേലും ഇപ്പോൾ കേൾക്കുമ്പോൾ അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നും. ഇപ്പോഴും ആ ഫ്രഷ്നെസ് പോവാത്ത ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പാട്ടുകൾ വീണ്ടും 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 ഇപ്പോഴും കേൾക്കാറുണ്ട്. എന്നാലും ഏത് പാട്ടെന്ന് പറഞ്ഞില്ല. ഒരു പുഷ്പം ഒക്കെ ആണ് ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരുപാട് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ഉത്തരം പറയാനായിട്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ സിനിമ കാണുമ്പോഴും അതിൽ ചെയ്തിരിക്കുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ ലാലേട്ടൻ്റെ ആണെങ്കിലും വളരെ ചെറിയ മൂവ്മെൻറ്റ്സ് നമ്മൾ പോലും ശ്രദ്ധിക്കില്ല ചിലപ്പോൾ, പക്ഷേ അത് ആ ഒരു ക്യാരക്ടറിൽ കൂടെ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ആണെങ്കിൽ എല്ലാവരുടെയും ഓരോരോ എലിമെൻറ്റ്സ് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാരണമാണ് സിനിമ എന്ന് പറയുന്നൊരു പാഷനായിട്ട് മാറാൻ തന്നെ കാരണം. ഇവരെ പോലത്തെ ആക്ടേഴ്സ് ഒരുപാട് പേര്, ശോഭന മാം, ഉർവശി ചേച്ചിയുടെ സിനിമ എനിക്ക് ഉർവശി ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉള്ളൊരു കാര്യമാണ് പറയുമ്പോൾ തന്നെ. ഉർവശി ചേച്ചി എൻ്റെ ഫേവറേറ്റ് ആണ് എല്ലാ കാലത്തും എന്ന് പറയുന്നത്. ഒരാളല്ല, ഒത്തിരി പേരുണ്ടല്ലേ? ഒത്തിരി പേരുണ്ട്. അതെ, ഒത്തിരി പേരുണ്ട്. കാരണം ആക്ടേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ആർട്ടിസ്റ്റുകളാണ് നമ്മളെ ഇപ്പോഴും ഓരോ സിനിമ ചെയ്യുമ്പോഴും മുന്നോട്ട് പോകാനും എല്ലാത്തിനും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിൽക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലെങ്കിലും 1000 Splendid Suns എന്ന് പറഞ്ഞിട്ട് ഖാലിദ് ഹുസൈനയുടെ ഒരു ബുക്കാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തൊരു ബുക്കാണ്. ഐ തിങ്ക് ദാറ്റ് വിൽ ബി വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്സ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകൻ? അതും ഒരുപാട് പേരുണ്ടാവും എങ്കിലും അതും എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരുപാട് പേര്, ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ ഒരുപാട് പേരും എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ, പ്രത്യേകിച്ച് ഇപ്പോൾ ടോപ്പിക്കുകൾക്കൊരു ലിമിറ്റില്ല. അങ്ങനെ ഒരുപാട് ടോപ്പിക്സിൽ ഒരുപാട് പേര് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം ഡയറക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഫാസിൽ സാറ്, ഇതൊക്കെ ഭയങ്കര, ഇവരുടെ സിനിമകളൊക്കെ ഇപ്പോൾ കാണുമ്പോഴും സിബി സാറ്, എനിക്ക് തോന്നുന്നു സിബി സാറ് ഇമോഷൻസ് വെച്ച് സിനിമ ചെയ്യുന്ന പോലെ എനിക്കറിയില്ല വേറെ ആര് ചെയ്യുന്നു. പക്ഷേ അത്രയും ഹ്യൂമൻ ഇമോഷൻസിനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചിട്ടുള്ളൊരു ഡയറക്ടറാണ് സിബി സാർ. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ എല്ലാവരും, ദിലീഷ് ഏട്ടനാണെങ്കിലും എല്ലാവരും, അങ്ങനത്തെ ഒരുപാട് ഫേവറേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. പ്രണയം എന്ന് പറയുന്ന വികാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, എന്താണ് അഭിപ്രായം? സന്തോഷമാണ്. അത് എപ്പോഴും എല്ലാവരിലും ഉണ്ടാവണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് പ്രണയം അസോസിയേറ്റ് ചെയ്യേണ്ടത് ഹാപ്പിനെസ്സിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്ന പ്രണയങ്ങളുണ്ടെങ്കിൽ അത്രയും, എന്താ പറയുക, ആൾക്കാർ നമുക്കിപ്പോൾ എന്താ പറയുക, ഒരുപാട് ട്രോമ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ എപ്പോഴും എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഒരു ചെറിയ പ്രണയത്തിൻ്റെ ഒരു അംശം എപ്പോഴും കിടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വിവാഹം ഒരു പ്രണയ വിവാഹത്തിലാണോ അതോ മീൻസ് അറേഞ്ച് വിവാഹത്തിലാണോ ഒരു അപർണ എന്ന രീതിയിൽ? ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അറേഞ്ച്ഡ് ആണെങ്കിലും
ആൾക്കാർ പരസ്പരം അറിഞ്ഞ് രണ്ടുപേരും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും കല്യാണം കഴിക്കുന്നത്. അച്ഛനമ്മയും പ്രണയത്തിലായിരുന്നു? അതെ അതെ, അച്ഛൻ്റെ ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മകളുടെ ഒരു പ്രണയവിവാഹമാണെങ്കിൽ അവർ എതിർക്കാൻ സാധ്യതയില്ലല്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നത് എല്ലാ വിവാഹങ്ങളും പ്രണയ വിവാഹങ്ങളായിരിക്കണം ശരിക്കും. അത് ഏത് രീതിയിലാണെങ്കിലും എല്ലാ വിവാഹത്തിലും പ്രണയം ഉണ്ടാവണം. പ്രണയ വിവാഹം ആയിരിക്കും എല്ലാവരും കഴിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആരും പെട്ടെന്ന് എടുത്താടി ഒന്നും കല്യാണം കഴിക്കുന്നൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി അറിഞ്ഞിട്ട്, വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനയാണെങ്കിൽ പോലും അങ്ങനെ പരസ്പരം അറിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എല്ലാ വിവാഹങ്ങളും പ്രണയ വിവാഹങ്ങളായിട്ട് തന്നെയാണ് മാറുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസവും അതുമായി ബന്ധപ്പെട്ടുള്ളത്? ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ അമ്പലത്തിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന, അമ്പലം പള്ളി എല്ലാവിടെയും പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പോൾ ഇന്ന ദൈവം എന്നൊന്നുമില്ല. നമുക്ക് പൊതുവേ ഞാൻ വിശ്വസിക്കുന്നത് ഒരു യൂണിവേഴ്സിലുള്ള ഒരു സ്ട്രെങ്ത്, ഒരു പവർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മളെ ഇടയ്ക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ കാണാത്തൊരു എന്തോ ഒരു ഇത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യമാണത്. അപ്പം അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ മുത്തശ്ശൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ കാണുന്ന ഒരു ആളാണ്. അപ്പം വിശ്വാസമുണ്ട്. അങ്ങനെ അന്ധമായിട്ട് ഇന്ന ദൈവം അങ്ങനത്തെ ഒരു വിശ്വാസമല്ല, ഒരു സുപ്രീം പവറിൽ വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം ഇനി എനിക്ക് തോന്നുന്നു സിനിമ തന്നെയാണ് ഏറ്റവും വലിയ, എന്താ പറയുക, സിനിമയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, പല കഥകൾ, ഇതെല്ലാം എല്ലാത്തിലും ഭാഗമാവണം എന്ന് ആണ് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആഗ്രഹം. എനിക്കും അത് തന്നെയാണ്. എത്ര നാൾ എനിക്ക് സിനിമ എത്ര നാൾ ചെയ്യാൻ പറ്റുമോ അത്രയും നാൾ സിനിമയിൽ തന്നെ എല്ലാ എക്സ്പീരിമെൻസും ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. സ്ഥലം ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് എന്താ പറയുക പോയിട്ട്, ഞാൻ അധികം ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റ മോളായതുകൊണ്ട് തന്നെ അങ്ങനെ പണ്ടൊന്നും അങ്ങനെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടൊന്നും വിട്ടിട്ടില്ല. ഞാൻ അല്ലാണ്ട് ഇപ്പോൾ കോളേജിൽ നിന്നൊക്കെ രാജസ്ഥാൻ, ഡൽഹി, ആഗ്ര അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടില്ല. പിന്നെ പ്രോഗ്രാംസിന് പോകാറുണ്ട് പുറത്തൊക്കെ, UK, US ഇതൊക്കെയൊക്കെ പോയിട്ട്. UK വെയിൽസിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള, ഭയങ്കര ഔട്ട്സ്കേർട്സ് ആണ്. അപ്പം ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ പക്ഷെ അധികം ട്രാവൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യണം എന്നുള്ളത്.